ഭരണവിരുദ്ധ തരംഗമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ, കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു മിന്നും വിജയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് കേരളത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വിജയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ഗുണം ചെയ്യുകയോ ചെയ്യില്ലയോ എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ 6568 പഞ്ചായത്ത് വാർഡുകളാണ് UDFന് കിട്ടിയ LDFന് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്രാവശ്യം കിട്ടിയത് 6568ആണ്. 8021 വാർഡാണ് UDFന് കിട്ടിയത്. 2128 വാർഡിൻ്റെ അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ LDFന് എത്ര വാർഡ് കുറഞ്ഞു എന്നറിയോ? 694 വാർഡേ കുറഞ്ഞിട്ടുള്ളൂ. 664. അതിനകത്ത് കാരണം ഞാൻ പറയാം. പഞ്ചായത്തിൽ 64 പഞ്ചായത്ത് ടൈ ആണ്. അപ്പോൾ ഇപ്പം 341 പ്ലസ് 64 കൂട്ടിയാൽ എത്രയായി? 405ആയി. 2 സീറ്റിന് ജയിച്ച വാർഡ് എത്രയാണെന്നറിയോ? 100 മേലെയാണ്. 2 സീറ്റ് 2 വാർഡുകളിൽ മാത്രം 2 വാർഡുകൾ മാത്രം ജയിച്ച സ്ഥലം 100 മേലെയാണ്. അപ്പോൾ വലിയ വിജയം എന്ന് പറഞ്ഞാൽ ചില പഞ്ചായത്ത് എണ്ണം നോക്കുമ്പോൾ 500 504 എന്തെങ്കിലും വരുമെങ്കിലും പക്ഷേ വാർഡുകളുടെ എണ്ണം നോക്കിയിട്ട് ആകെ 694 വാർഡിൻ്റെ കുറവേ ആർക്ക് LDFന് സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ പറയാം, NDAൻ്റെ കാര്യം പറഞ്ഞാൽ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ജയിച്ച് 1299 സീറ്റാണ് ഇപ്രാവശ്യം കിട്ടിയത്. ഇപ്രാവശ്യം NDA കിട്ടിയെന്നറിയോ? 1447 പഞ്ചായത്തെ NDAക്ക് ചെയ്ത് വാർഡുകളെ NDAക്ക് കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 265 വാർഡിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഗ്രാമപഞ്ചായത്ത് മാത്രം. മറ്റിലേക്ക് ഞാൻ വരാം. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയേ. ബ്ലോക്ക് പഞ്ചായത്ത് 923 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ആർക്ക്? LDFന്. 1241. 514 ബ്ലോക്ക് പഞ്ചായത്തിൽ 514 കൂടുതൽ UDFന് കിട്ടിയിട്ടുണ്ട്. NDAക്കോ? NDAക്ക് കിട്ടിയത് ആകെ 54ആണ്. 17 നിന്ന് 54ആയി. പക്ഷേ അവിടെ അതേഴ്സ് ഇൻഡിപെൻഡൻ്റ് എത്രയുണ്ടെന്ന് അറിയോ? 49 ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. സാധാരണ ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന 49 അടുത്ത് തന്നെയാണ് നിൽക്കുന്ന ആര്? അല്ല, ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻ്റ് പറയുമ്പോൾ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 64 വാർഡിൽ 64 പഞ്ചായത്ത് ടൈ ആണ്. 64 പഞ്ചായത്ത് ചെറിയ കണക്കല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ടോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉദാഹരണം നാളെ രാവിലെ വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ടാ? എത്ര പെർസെൻറ്റേജ് വോട്ട് BJP കിട്ടിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് വോട്ട് UDFന് കിട്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് വോട്ട് LDFന് കിട്ടി എന്ന് ചോദിച്ചാൽ അതൊക്കെ താരതമ്യം ചെയ്താൽ അത് മനസ്സിലാവും നമുക്ക്. പിന്നെ നമ്മൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുക എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം വന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ത്രികോണ മത്സരം നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പോഴും ഇന്ത്യ മുന്നണി പറയുമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ആശയം എന്താണ്? BJP ഇതര സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ആശയം, അല്ലേ? അപ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ആശയത്തെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? 2 ഭാഗങ്ങളായി തിരിയും. അത് UDFൻ്റെ നിങ്ങൾ UDFന് വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് കണ്ടു. UDFൻ്റെ മുന്നേറ്റം കാണുമ്പോൾ LDFൻ്റെ കുറയും. കാരണം മൊത്തം കിട്ടേണ്ട വോട്ട് BJP ഇതര വോട്ടുകൾ 2ആയി സ്പ്ലിറ്റ് ചെയ്താൽ BJP മുന്നോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20 വാർഡിന് അടുത്ത് എത്ര വ്യത്യാസം അറിയോ? 100 വോട്ടിൽ മേലെ മാത്രമേ BJP 20 വാർഡിൽ 100 വോട്ടിന് മേലേ ഉള്ളൂ. മനസ്സിലായോ? 1 or 2 വാർഡിൽ 100 130 150 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ നമുക്ക് പറയാം. പക്ഷേ 20 വാർഡിൽ 100 വ്യത്യാസമാണ്. അപ്പോൾ വിജയം നോക്കിക്കഴിയുമ്പോൾ BJP നിസാര വോട്ടിന് തോറ്റു സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വലിയ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഞ്ചായത്തിൻ്റെ എണ്ണം 504 എന്ന് പറയുമ്പോൾ വലിയ വിജയമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ 50 സീറ്റ് പിടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വലിയ വിജയമാണ്. പക്ഷേ എന്താണ്? വോട്ടിംഗ് പെർസെൻറ്റേജും എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പെർസെൻറ്റേജ് വരട്ടെ, ഞാൻ നാളെ അറിയാമല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നത് ഇത് നിയമസഭാ ഇലക്ഷനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതല്ലേ. ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ അങ്ങനെയല്ല. നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ക്രൈറ്റീരിയേ അല്ല വരുന്നത്, അല്ലേ? നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനുള്ള പ്രത്യേകത എന്താ? പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രത്യേകിച്ച് ആളെ നോക്കിയിട്ടാണ് കൂടുതൽ. ഇപ്പോൾ പിണറായി വിജയൻ സ്വർണ്ണം കടത്തിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ കൊള്ളയ്ക്കെതിരെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആൾ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വലിയ കൊള്ള നടന്നു എന്ന് വിചാരിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഒരു 4000-4500 വോട്ട് പഞ്ചായത്തിൻ്റെങ്കിലും വ്യത്യാസം വരണമായിരുന്നു. ഇതാകെ CPMൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടത് 694 വാർഡുകൾ മാത്രമേ ഉള്ളൂ. വലിയ അത് 1000 വാർഡിന് മേലെ പോലും CPMൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ
അല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് 64 നിങ്ങൾ 64 പഞ്ചായത്ത് ടൈ ആയി എന്ന് കണക്കാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ എന്ത് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം. 2 വാർഡിൽ 2 പഞ്ചായത്തിന് മേലെ കൂടുതൽ ജയിച്ചത് എത്രയുണ്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ 100 വാർഡിൽ 100 പഞ്ചായത്തിലധികം ഈ 2 വോട്ടിന് ജയിച്ച ആൾക്കാരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും ഇത് വലിയ. പക്ഷേ എണ്ണം നോക്കുമ്പോൾ ശരിയാണ്, UDF വലിയ മുന്നേറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാളെ പറഞ്ഞത്, നാളെ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നോക്കിക്കോളൂ. നിങ്ങൾ BJP വലിയ രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാൻ സാധ്യതയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2011 അതെ 15 അല്ല, ഞാൻ അത് നോക്കിക്കോളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്രയും വോട്ടിംഗ് ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലയോ നോക്കിയാൽ അത് മനസ്സിലാവും. പക്ഷേ എന്താ നമ്മൾ വിജയത്തെ അതല്ല വിജയത്തെ നമ്മൾ വിജയമായി കാണണം. ഒരു വോട്ടിന് ജയിച്ച ആളും വിജയി തന്നെയാണ്. അത് ഓരോ വോട്ടിന് ജയിച്ച ആൾ നമ്മൾ വിജയമല്ല എന്ന് പറയാം. 504 വോട്ടിൽ കോൺഗ്രസിനെ പോലെ നമ്മൾ വലിയ രീതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ 504 വോട്ടിലേക്ക് 504 പഞ്ചായത്തുകളിലേക്ക് ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല, അത് വലിയ വിജയം തന്നെയാണ്. പക്ഷേ നിയമസഭയിലേക്ക് ബാധിക്കുകയോ ഇല്ലയോ എന്ന് നോക്കിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് നാളെ അറിയാം, നിങ്ങൾ നോക്കിക്കോളൂ. നാളെ നിങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വോട്ട് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാം. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പം തിരുവനന്തപുരത്ത് കെ മുരളീധരൻ കോൺഗ്രസിന്റെ വലിയ ശക്തിയായ മത്സരം കാഴ്ചവെച്ചു. ശക്തമായി മത്സരം കാഴ്ചവെക്കുന്ന സമയത്ത് നമ്മൾ ഈ മീറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? BJP ഇതര വോട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും BJPക്ക് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിക്ക് കേരളത്തിന് മാത്രമല്ലല്ലോ, കേരള പുറത്തും എങ്ങനെയാണ് ഇന്ത്യ BJP തിരുവനന്തപുരത്ത് ഫാക്ടർ അല്ല, BJP ഫാക്ടറാണല്ലോ. അതുകൊണ്ടല്ലേ 35 സീറ്റിൽ ജയിച്ചിട്ടുള്ളത്. പക്ഷേ BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് CPM കോൺഗ്രസും എന്നാൽ BJP ഇതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളത് മാത്രമാണ്. ഇനി ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചാൽ മതി, വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചെങ്കിൽ ജില്ലാ പഞ്ചായത്ത് 8-ലേക്കോ 9-ലേക്കോ പോയേനെ. ഇപ്പോൾ 7-7 സുഖമായി തിരിച്ചു വരാൻ പറ്റും. എന്താ ചില കാര്യങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് മലബാർ ഏരിയയിലേക്ക് നല്ല രീതിയിൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അല്ലല്ല പറയട്ടെ, അത് നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ തിരുത്താൻ CPM-നോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളല്ല, അത് തിരുത്തണം. അതിനുവേണ്ടിയുള്ള 3-3.5 മാസം സമയമുള്ളത്. കോൺഗ്രസ് ഇപ്പം ഞാൻ പറയാം CPM തെറ്റുപറ്റി, അയ്യോ CPM-ന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, അതാണ് ഇടതുപക്ഷയ്ക്ക് ഒരു തെറ്റും പറ്റിയില്ല പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താ അറിയോ, ഈ PM ശ്രീയൊക്കെ കൊണ്ടുവന്ന CPI ഉണ്ടല്ലോ അവിടെ, മനസ്സിലായി, ഇലക്ഷൻ്റെ തലേ ദിവസം PM ശ്രീയൊക്കെ വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അയ്യോ ഇപ്പം എന്താ സംഭവിച്ചു, ഇപ്പം മിണ്ടാട്ടൊന്നും ഉണ്ടാവില്ല, അയ്യോ ഇപ്പം എല്ലാം പിണറായി വിജയൻ്റെ തലയിലും പിന്നെ ഇടതുപക്ഷ മുന്നണി തലയിലായി. ഇപ്പം PM ശ്രീയെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. അല്ല, അതൊക്കെ കാരണം ഉണ്ടാവും. ഞാൻ പറയല്ല, ഇപ്പം ഞാൻ പറയും, ഇപ്പം നിങ്ങൾ ശബരിമല ശബരിമല കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശബരിമല കാരണം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നടപടി സ്വീകരിക്കേണ്ടേ, ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനെ നടപടി സ്വീകരിക്കണം എന്ന് പറയും. ഇത് ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ നടപടി സ്വീകരിക്കേണ്ടത് ചോദിച്ചാൽ എടുക്കേണ്ടതാണ്, അത് എടുക്കുന്ന നിലപാടാണ്. പക്ഷേ എന്താണ്, അതുപോലെ തന്നെയാണ് ഞാൻ ഈ PM ശ്രീനെ പറയുന്നത്. എന്തൊക്കെ തിരുത്തൽ വരുത്തിയാൽ ഈസിയായി തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ രീതിയിൽ ഭരണവിരുദ്ധ തരംഗമല്ല, തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള തരംഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.